ഷാരോൺ വധക്കേസിൽ ആദ്യം വാർത്ത നൽകിയത് ജനം ടിവിയാണ്. ദുരൂഹ സാഹചര്യത്തിൽ യുവാവ് ആശുപത്രിയിൽ എന്ന വാർത്തയും ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ആദ്യ വാർത്ത നൽകിയതും ഞങ്ങൾ തന്നെ. ഷാരോൺ വധക്കേസ് ആദ്യം വാർത്ത നൽകിയത് ജനം ടിവി. ദുരൂഹ സാഹചര്യത്തിൽ യുവാവ് ആശുപത്രിയിൽ. ബ്രേക്കിംഗ് ന്യൂസ് ആദ്യം ജനം ടിവി. ആ പെൺകുട്ടി കുടിക്കുന്ന കഷായം തന്നെയാണ് ഷാരോണിനും നൽകിയത് എന്ന് തന്നെയാണ് ആ പെൺകുട്ടി പറയുന്നത്. ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ആദ്യം വാർത്ത നൽകിയതും ജനം ടിവി. ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ആ പെൺകുട്ടിയാണെങ്കിൽ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ തമിഴ്നാടാണ്. കുട്ടി ക്യാമറയ്ക്ക് മുമ്പിൽ നമ്മളോട് സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും ആ പെൺകുട്ടി നമ്മളോട് പറഞ്ഞത് ജനങ്ങൾ അറിയേണ്ട വാർത്തകൾ എന്നും ആദ്യം ജനം ടിവിയിൽ. ജനം ടിവി എന്നും ജനങ്ങൾക്കൊപ്പം. വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത അഖിൽ പാലോട്ടുമഠം ഒപ്പം ചേരുകയാണ്. അഖിൽ, 2 വർഷം പിന്നിലേക്ക് ഒന്ന് പോയി ആ വാർത്തയിലേക്ക് എത്തിയത് എങ്ങനെയെന്ന് ഓർത്തു പറയൂ. കൃഷ്ണരാജ്, 2 വർഷം മുമ്പ്, അതായത് ഒക്ടോബർ മാസം 27-നാണ് ആദ്യമായി ഷാരോൺ കേസിലെ ആ വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ വാർത്ത, അതായത് 26-ാം തീയതി, അതായത് ഒക്ടോബർ മാസം 26-ാം തീയതി ഞാൻ ഈവനിങ് ഡ്യൂട്ടി ആയിരുന്നു. അന്നാണ് എനിക്ക് ആ വാർത്ത ലഭിക്കുന്നത്. രാത്രിയോടുകൂടിയാണ് ആ വാർത്ത ലഭിക്കുന്നത്. പാറശാലയിൽ ഒരു യുവാവ്, ഒരു വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള സമയത്താണ് ആ യുവാവ് മരിക്കുന്നത്, ആ വിദ്യാർത്ഥി മരിക്കുന്നത് എന്ന തരത്തിലാണ് അന്ന് നമ്മുടെ പാറശാല ആയിട്ടുള്ള കളത്തിൽ പ്രദീപ് ഇതുപോലെ വിളിച്ച് എന്നോട് ഇൻഫർമേഷൻ ചെയ്യുന്നത്. കാരണം ഞാനും പാറശാല സ്വദേശി ആയതുകൊണ്ട് തന്നെ എന്നോട് അതൊന്ന് അന്വേഷിക്കണം എന്ന തരത്തിലാണ് അന്ന് പ്രദീപ് ആ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഞാൻ അപ്പോൾ തന്നെ പാറശാല അന്ന് CI ആയിരുന്ന ഹേമന്ത് സാറിനോടും അന്ന് SI ആയിരുന്ന സജി സാറിനോടും ഒക്കെ തന്നെ വിളിച്ച് ആ കാര്യങ്ങൾ ആരായുകയും അവിടെ നിന്ന് ആ പ്രദീപിനെ തന്നെ അയച്ച് അവിടുന്ന് ഷാരോണിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു മൊബൈൽ ക്ലിപ്പിംഗ്സ് വീഡിയോ എടുത്ത് ഞാൻ 27-ാം തീയതിയിലേക്ക് തന്നെ ആദ്യം വാർത്ത നൽകുകയും ചെയ്തിരുന്നു. എന്നിട്ട് 27-ാം തീയതി തന്നെ ആദ്യം ഷാരോണിന്റെ വീട്ടിലേക്ക് രാവിലെ എത്തുകയാണ്. കാരണം 27-ാം തീയതി മോർണിംഗ് ഡ്യൂട്ടി ഞാനായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ പാറശാലയിലേക്ക് എത്തുന്നു. ഷാരോണിന്റെ മുരിയത്തോട്ടത്ത്, അതായത് ആ പാറശാലയിൽ നിന്നും വെള്ളറട റൂട്ടിലേക്ക് പോകുമ്പോൾ അവിടെ പുത്തൻകടയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് മുരിയത്തോട്ടത്തിലേക്ക് വഴി ഇറങ്ങുന്ന സ്ഥലത്താണ് ഷാരോണിന്റെ വീടുള്ളത്. ആ ഷാരോണിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഷാരോണിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നു. 27-ാം തീയതിയത്തെ വാർത്തയിൽ, മോർണിംഗ് ലൈവിൽ അവിടെ നിന്ന് വാർത്തയിൽ നമ്മൾ ലൈവ് കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഷാരോണിന്റെ അമ്മാവൻ വന്ന് നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഈ പെൺകുട്ടിയെ പറ്റി ആരായുകയും ചെയ്തിരുന്നു. ഗ്രീഷ്മയുടെ വീട് അവിടെ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ കൂടി സഞ്ചരിക്കുമ്പോൾ കാരക്കോണം എന്ന് പറയുന്ന പ്രദേശത്താണ്. കാരക്കോണത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുന്ന രാമോർമഞ്ചിറ കഴിഞ്ഞ് കൃത്യമായി ഗ്രീഷ്മയുടെ വീടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പൂമ്പള്ളിക്കുണം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടേക്ക് രണ്ടാമത് ഞാൻ പോവുകയും അവിടെ പോകുന്ന സമയത്ത് ഇതുപോലെ അപ്പോൾ തന്നെ ഗ്രീഷ്മയുടെ കുടുംബക്കാർ ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. ഗ്രീഷ്മയുടെ അമ്മ അറിഞ്ഞിരുന്നു. ഗ്രീഷ്മയുടെ അമ്മാവനോട് ഗ്രീഷ്മയുടെ വീട്ടിലെ കാര്യങ്ങൾ, അച്ഛൻ ഗൾഫിലായതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ഗ്രീഷ്മയുടെ അമ്മയുടെ സഹോദരനാണ്. ഗ്രീഷ്മയുടെ അമ്മാവനോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രാദേശികമായി അവിടുത്തെ ആൾക്കാരുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജികുമാറിനോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അവിടേക്ക് വരണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ എന്നറിയപ്പെടുന്ന രതീഷ് കുമാറിനോട് ഞാൻ ആ കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോകുന്നത്. ഗ്രീഷ്മയുടെ വീടുമായി, എനിക്ക് വീട്ടിന്റെ അടുത്തുള്ള എല്ലാവരുമായി നല്ല പരിചയമുള്ളത് കൊണ്ട് തന്നെയാണ് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ഞാൻ ആദ്യം ചെല്ലുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ അവർ പ്രതികരിച്ചില്ല എങ്കിൽ പോലും കൃത്യമായി എന്നോടൊപ്പം വന്ന് നമ്മുടെ ക്യാമറ അസിസ്റ്റന്റായ അഖിലേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു. നമ്മൾ കൃത്യമായി കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് പറഞ്ഞിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ആദ്യ തുടക്കഘട്ടത്തിൽ പോലീസിന് നൽകിയ മൊഴി തന്നെ ആ തരത്തിലായിരുന്നു. പക്ഷെ അവിടെയും നമുക്കുണ്ടായിരുന്ന സംശയം എന്ന് പറയുന്നത് 21-ാം തീയതിയാണ്, അതായത് ഒക്ടോബർ മാസം 21-നാണ് ഷാരോൺ മരിക്കുന്നത്. അതിനും ഒരാഴ്ച മുമ്പാണ് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അതായത് ഗ്രീഷ്മയ്ക്ക് മറ്റൊരു പട്ടാളത്തുകാരനുമായിട്ടുള്ള, അതായത് തക്കലയ്ക്കടുത്തുള്ള മറ്റൊരു കുടുംബത്തിലെ പട്ടാളത്തുകാരനുമായിട്ട് കല്യാണം ഉറപ്പിച്ചതിന് പിന്നാലെയാണ് ഷാരോണിനെ ഒഴിവാക്കണമെന്ന ബോധപൂർവമായ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഗ്രീഷ്മ ഷാരോണിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. കീടനാശിനി കലർത്തിയ കഷായം കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതവണ ഷാരോണുമായി ഗ്രീഷ്മ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ മാസങ്ങളായിട്ടുള്ള ഗ്രീഷ്മയുടെ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൃത്യം നിർവഹിക്കുന്നത്. വീട്ടിലേക്ക്, അതായത് പുറകിൽ ഗ്രീഷ്മയുടെ വീടിന്റെ ചുറ്റും എല്ലാം തന്നെ റബ്ബർ തോട്ടങ്ങളാണ്. ആ റബ്ബർ തോട്ടങ്ങളിലേക്ക് അടിക്കുന്ന കീടനാശിനി അമ്മാവൻ വാങ്ങിക്കൊണ്ട് വെക്കുന്നത്, അത് എടുത്തു മാറ്റിവെക്കുകയും ആ കീടനാശിനി ഉപയോഗിച്ചാണ് ഗ്രീഷ്മ ഷാരോണിന് ആ വിഷം നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ആ കീടനാശിനിയുടെ കുപ്പി ഗ്രീഷ്മയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ആ കുളമുള്ള, അതായത് രാമോർമഞ്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള കുളത്തിൽ നിന്നാണ് ഷാരോൺ വാർത്ത ആദ്യം നൽകിയത് ജനം TV ആയിരുന്നു. 2 വർഷം മുമ്പ് അഖിൽ പാലോട്ടുമഠമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നുള്ള ആദ്യത്തെ ലൈവും
അതും അഖിൽ പാലോട്ട് മഠം തന്നെയാണ്. ജനം TV യിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ട് മഠം.